ഹലോ, നമസ്കാരം. ജോസ് കാച്ചിപ്പള്ളി ഒഫീഷ്യൽ ചാനലിലേക്ക് സ്വാഗതം. ഏകമുഖമായ നിക്ഷേപ രീതികളും ബഹുമുഖമായ നിക്ഷേപ രീതികളുമുണ്ട്. ഏകമുഖമായ നിക്ഷേപ രീതി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രത്യേക നിക്ഷേപ ഉൽപ്പന്നത്തിൽ മാത്രം പണം നിക്ഷേപിക്കുക. ചിലര് ഷെയർ മാർക്കറ്റിൽ മാത്രം പണം നിക്ഷേപിക്കുന്നവരുണ്ട്. ചിലർ ചില പ്രത്യേകതരം ഷെയറുകളിൽ മാത്രം പണം നിക്ഷേപിക്കുന്നവരുണ്ട്. ചിലർ റിയൽ എസ്റ്റേറ്റിൽ മാത്രം പണം നിക്ഷേപിക്കുന്നവരുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക ഉൽപ്പന്നത്തിൽ മാത്രം സ്ഥിരമായി അവരുടെ മുഴുവൻ പണവും നിക്ഷേപിക്കുന്നവർക്ക് അപകട സാധ്യത വളരെ കൂടുതലാണ്. ചിലപ്പോൾ അവരുടെ മുഴുവൻ പണവും നഷ്ടപ്പെട്ടു എന്ന് വരാം. ഷെയർ മാർക്കറ്റിലൊക്കെ ഇത് പലപ്പോഴും ഒരു സാധാരണ സംഭവമാണ്. കുറച്ച് ഷെയറുകളിൽ പണം നിക്ഷേപിച്ചു, അപ്പോൾ കുറച്ച് ലാഭം കിട്ടി, അപ്പോൾ പിന്നെ കൂടുതൽ പണം അതിലേക്ക് നിക്ഷേപിക്കുന്ന ഒരു പ്രവണതയുണ്ട്. ചിലർ പറയും, നമുക്ക് ആവശ്യത്തിനുള്ള പണം ഷെയർ മാർക്കറ്റിൽ നിന്ന് കിട്ടിയാൽ പിന്നെ അതേ ദിവസം തന്നെ വീണ്ടും നിക്ഷേപിക്കരുത് എന്ന് പറയും. പക്ഷേ പിന്നെയും നിക്ഷേപിക്കാനുള്ള ആ ഒരു പ്രലോഭനം അവർക്കുണ്ടാകും. അതുകൊണ്ട് രാവിലെ ഒരു ട്രേഡിംഗ് നടത്തിയപ്പോൾ നല്ല പണം കിട്ടിയെങ്കിൽ ആ പണവും പിന്നെ വേറെ പണവും ഒക്കെ ആയിട്ട് ആ ദിവസം മുഴുവൻ ട്രേഡിംഗ് നടത്തുന്നവരുണ്ട്. അവസാനം നേരത്തെ കിട്ടിയ അല്ലെങ്കിൽ രാവിലെ കിട്ടിയ ആ ലാഭവും മാത്രമല്ല, പിന്നെ അവർ വേറെ രീതിയിൽ അറേഞ്ച് ചെയ്ത അല്ലെങ്കിൽ അവർ കടം വാങ്ങിയതോ മറ്റുള്ളവരിൽ നിന്ന് സംഘടിപ്പിച്ചതോ ആയ ആ പണം മുഴുവൻ ഒറ്റയടിക്ക് ആ ദിവസത്തിൽ തന്നെ നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ബഹുമുഖമായ നിക്ഷേപ പദ്ധതികൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഉൽപ്പന്നത്തിൽ മാത്രം പണം നിക്ഷേപിക്കാതെ ഒരുപാട് ഉൽപ്പന്നങ്ങളിൽ ഒരേ സമയം പണം നിക്ഷേപിക്കുക. ഇത് വളരെ സുരക്ഷിതമായ ഒരു നിക്ഷേപ രീതിയാണ്. കാരണം നിക്ഷേപങ്ങളുടെ ആ അപകടം അല്ലെങ്കിൽ അതിൻ്റെ റിസ്ക് അത് പല നിക്ഷേപ ഉൽപ്പന്നങ്ങളിലായിട്ട് പങ്കുവെക്കപ്പെടുന്നു. ഇതുകൊണ്ട് ഒന്നോ രണ്ടോ ഉൽപ്പന്നങ്ങൾ നഷ്ടപ്പെട്ടു പോയാലും അല്ലെങ്കിൽ പരാജയപ്പെട്ടു പോയാലും അപ്പുറത്ത് വേറെ മൂന്നോ നാലോ അല്ലെങ്കിൽ അതിലധികമോ ഉൽപ്പന്നങ്ങൾ ലാഭം തരുന്നവയായി ഉണ്ടാകും. അതുകൊണ്ട് പരിക്കുകളൊന്നുമില്ലാതെ സുരക്ഷിതമായിട്ട് മുൻപോട്ട് പോകാൻ കഴിയും. നിങ്ങളുടെ നിക്ഷേപ രീതികൾ എങ്ങനെയുള്ളതാണ്? അത് ഏകമുഖമാണോ ബഹുമുഖമാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക.